ലാസലേറ്റ് മാതാവ്. ലൂർദിനും ഫാത്തിമയ്ക്കും വളരെ മുൻപേ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ അനുഗ്രഹീതമായ സ്ഥലമാണ് ഫ്രാൻസിലെ ലാസലേറ്റ്. മാനസാന്തരപ്പെട്ട തന്റെ പുത്രന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും എന്ന അപേക്ഷയുമായി കണ്ണീരോടെ പരിശുദ്ധ അമ്മ ലാസലേറ്റിൽ നൽകിയ സന്ദേശം ഇന്നും പ്രസക്തമാണ്. ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്ന് എപ്പോഴെല്ലാം അകന്നു പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവിക വെളിപ്പെടുത്തലുമായി പരിശുദ്ധ അമ്മ ലോകത്തിന്റെ പല ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അപരിചയാക്തങ്ങൾക്കും മൂല്യശുദ്ധികൾക്കും തിരുത്തലുകൾക്കും മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിൽ കാണാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7200 അടി ഉയരത്തിലാണ് ലാസലേറ്റ് മല. ആൽപ്സ് പർവ്വതനിരകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ വളരെ ശക്തമായ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലമാണ്. ഈ മലകളിലാണ് 1948 സെപ്റ്റംബർ 19 11 വയസ്സുള്ള മാക്സിമിനും 15 വയസ്സുള്ള ബെല്ലിനും എന്ന 2 ഇടയക്കുട്ടികൾക്ക് മാതാവ് നിറകണ്ണുകളോടെ പ്രത്യക്ഷപ്പെട്ടത്. തന്റെ പുത്രന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമെന്ന് വിളിച്ചപേക്ഷിച്ച് ഒരു പാറക്കല്ലിലിരുന്ന് കൈകളിൽ മുഖം അമർത്തി കരഞ്ഞുകൊണ്ടായിരുന്നു ലാസലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. കുട്ടികളുമായി മുഴുവൻ സമയവും അവൾ കരയുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർത്തുള്ളികൾ ധാരാളമായി ഒഴുകുകയും എന്നാൽ ആ കണ്ണീർത്തുള്ളികൾ നിലം പതിക്കാതെ അപ്രത്യക്ഷമായി കൊണ്ടിരുന്നതെന്നാണ് കുട്ടികൾ സാക്ഷ്യപ്പെടുന്നത്. പരിശുദ്ധ മാതാവ് തന്റെ പ്രത്യക്ഷീകരണത്തിന്റെ മുഴുവൻ സമയവും കരഞ്ഞുകൊണ്ടാണ് സന്ദേശം നൽകിയത്. ലാസലേറ്റ് എന്നാൽ മാതാവ്, കരയുന്ന മാതാവ്, കണ്ണീരിന്റെ മാതാവ് എന്ന് നമുക്ക് പറയാം. പാദങ്ങൾ വരെ നീണ്ടുകിടന്ന മേലങ്കിയും അതിന് മുകളിലായി കർഷക സ്ത്രീകൾ ധരിക്കാറുള്ള മേൽവസ്ത്രവുമാണ് ധരിച്ചിരുന്നത്. മാതാവ് പാറക്കല്ലിൽ നിന്ന് എഴുന്നേറ്റ് കുട്ടികളെ തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുന്ന ശേഷമാണ് തന്റെ സന്ദേശങ്ങൾ അവർക്ക് നൽകിയത്. അപ്പോൾ മാതാവിന്റെ മുഖം സൂര്യൻ പോലെ പ്രകാശിച്ചിരുന്നു. ഒത്തിരി സ്നേഹത്തോടെയാണ് പരിശുദ്ധ മാതാവ് കുട്ടികളോട് സംസാരിച്ചത്. പ്രാർത്ഥന, പരിത്യാഗം, തീക്ഷ്ണത എന്നീ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് മാതാവ് അവരെ ഓർമ്മപ്പെടുത്തിയത്. മൃതദർശനം ലഭിച്ച ആ 2 കുട്ടികൾക്കും സാധാരണ ജീവിതത്തിൽ നയിച്ച് മരണം വരെ പ്രാപിച്ചുവെങ്കിലും അവരിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നും പ്രസക്തമാണ്. മാനസാന്തരത്തിനും ആത്മീയ ഉണർവിനും തിരുസഭയോടുള്ള സ്നേഹത്തിനും നോമ്പിനും ഉപവാസത്തിനും പ്രാർത്ഥനയെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മയുടെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് മാതൃകയാക്കാം.